ഒരു മാസം അല്ലേ? ഒരു മാസം ഫസ്റ്റ് മന്ത് എങ്ങനെയുണ്ട് ക്യാമറ? അപ്പം നമുക്ക് എപ്പോഴും ക്യാമറ തിരിയൊന്നും ജിംസിയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എങ്ങോട്ട് ഇരിക്കുക എന്താ വിട്ടുപോയിരിക്കും. അപ്പം ഇപ്പൊ ഓർഡർ ചെയ്യട്ടാ. അപ്പം കല്യാണം കഴിഞ്ഞാൽ പലവിധ പുതിയാപ്പിളമാർ നമ്മളെ കൂടെ ഉണ്ട്. 1 month റിവ്യൂ തരാൻ ഒരാളുണ്ട്, 7 month റിവ്യൂ തരാൻ ഒരാളുണ്ട്, 4 month റിവ്യൂ തരാൻ ആളുണ്ട്, 1 year റിവ്യൂ തരാൻ ആളുണ്ട്. അപ്പോൾ ആരും നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് 1 മാസത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം ഒറ്റക്കാണല്ലോ ജീവിച്ചത്. ഇപ്പോൾ 2 ആളായിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു ജീവിതത്തിൽ ചെറിയ കാലയളവിൽ വന്ന മാറ്റങ്ങൾ, മാറ്റൊലികൾ എന്തൊക്കെയാണ്? അല്ല അത് വേറെ ആളാണ്. മാറ്റങ്ങൾ എന്തപ്പോ എനിക്ക് സത്യം പറയാ അന്ന് പറഞ്ഞ അതേപോലെ തന്നെ എനിക്ക് വലിയ മാറ്റമായി തോന്നില്ല. കാരണം ഞാൻ വർക്കിന് പോണ്, തിരിച്ചു വരുന്നേ സെയിമാണ്. പിന്നെ ഓള് വീട്ടിലുണ്ട്. ആ ഒരു തന്നെ ഉള്ളു. കാരണം കുറച്ച് കാലമായിട്ട് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇവന് നല്ല മാറ്റം ഉണ്ടാവും. കാരണം അവന് അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഉണ്ട്, പിന്നെ ലവ് മാരേജ് ആയതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ അറേഞ്ച് മാരേജ് ആൻഡ് ലവ് മാരേജ് ഇസ് വെരി ബിഗ്. സോ മെനി ഡിഫറൻസസ്. അപ്പൊ മാറ്റങ്ങളില്ല, പുതുമല്ല. അപ്പം എനിക്ക് എല്ലാവരോടും പറയില്ല, ലവ് മാരേജ് ചെയ്യണോട് പറഞ്ഞ പുതുമ ഉണ്ടാവില്ല എന്നുള്ളതാണ് ജിംഷാന്റെ ഒരു അഭിപ്രായം പറയുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഒരു അറേഞ്ച് മാരേജ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അല്ലല്ല അങ്ങനെയല്ല, കോളേജില് അങ്ങനെയല്ല. ലവ് മാരേജ് നല്ലതന്നെ. കാരണം എന്താ ഒരു പരിചയം. ഇപ്പൊ ലിയന്റെ മാതിരി നല്ല കുട്ടികളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ സന്തോഷായി. ലിയണ്ടല്ലോ അന്ന് ഓളപ്പ കജ്ജി പിടിച്ച് കൊടുത്തപ്പോ പോലും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ചിറി, ഇത്ര ചിറി. ഇപ്പൊ കജ്ജി പിടിച്ച് അച്ചുവിന്റെ കയ്യിൽ നിക്കായിന് കൊടുത്തപ്പോ പോലും ഇങ്ങനത്തെ ഒരു ചിറി എന്ത് ചിരിച്ചിട്ടില്ല. ഏത് തരത്തിലുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ കുറെ ആൾക്കാരെ അറിയണോണ്ട് എങ്ങനത്തെ കുട്ടികളാണെന്ന് പറയാൻ പറ്റില്ല. അല്ല അർത്ഥം വെച്ചിട്ടല്ല, നമ്മള് കാണണല്ലേ, പല നാട്ടുകൂടി പോകണല്ലേ. അപ്പൊ നാട്ടുകൂടി പോവേ ജിംഷ അല്ല വർക്കിനൊക്കെ നമ്മള് ഓരോന്ന് കാര്യങ്ങൾ അറിയാം. ഓരോ ആൾക്കാരെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി. വിവിധങ്ങളായ ക്യാരക്ടറുള്ള ആൾക്കാരാണ് പല ആൾക്കാരും. അപ്പം ഒരു കണക്കിന് പറഞ്ഞാല് പരിചയമുള്ള ആളെ കിട്ടണ തന്നെയാണ് നല്ലത്. പുതുമ ഉണ്ടാവില്ല. അപ്പൊ ജിംഷ പറഞ്ഞതെന്ന് വെച്ചാല് പരിചയമുള്ള ആളെ കെട്ടാ, പക്ഷെ പുതുമ ഉണ്ടാവില്ല. പക്ഷെ പരിചയം കൂടിയാല് ഇനിയിപ്പോ പരിചയം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നല്ലതാവൂല. അപ്പൊ പരിചയം ഇല്ലെങ്കിൽ എന്തിനാ പുതുമ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് സംഭവം. സിമ്പിൾ ഡയലോഗാണ്.